ഹായ്. ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 6:20 ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ വീട്, അതായത് എൻ്റെ സിസ്റ്റർ-ഇൻ-ലോൻ്റെ വീട്ടിൽ രണ്ടാം നിലയിലേക്ക് പണിതിട്ട് അതിൻ്റെ പാലുകാച്ചിലാണ്. അപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം എന്തെങ്കിലും വീടിനോട് കൂട്ടിച്ചേർക്കോ ആഡ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അച്ഛനെ കൊണ്ടുവന്ന് വെഞ്ചിരിക്കുന്ന ഒരു കർമ്മമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുകളിൽ ഒരു നില ഫുള്ളായിട്ട് പണിതേക്കാണ്. അവിടെ അടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലുകാച്ചിലാണ്. അപ്പോൾ അതിൻ്റെ പാലുകാച്ചിൽ എങ്ങനെയാണ്, കർമ്മങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. എയിനും അപ്പയൊക്കെ ഇവിടെ പള്ളിയിലേക്ക് പോയി കണ്ടവർ. അപ്പോൾ അവർ വന്നിട്ട് അപ്പം കുളിച്ചിട്ടൊക്കെ വേണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. ഞങ്ങൾ നേരത്തെ റെഡിയായിട്ട് നിൽക്കുകയാണ് പോകാനായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കടയിലൊക്കെ ഒന്ന് കയറാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേരം ഇവർ അംഗം വീട്ടാൻ തുടങ്ങിയിട്ട് പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ അമ്മാമ്മയുടെ കൂടെ പള്ളി വരെ പോയേക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പനെയും മോനെയും നോക്കിയിരുന്ന് ഞങ്ങൾക്ക് വട്ടായിട്ടോ, ഇതുവരെ എത്തിയിട്ടില്ല. ഇതാ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഏതാണ്ട് ഇത്ര സമയമായി. സമയം ഇപ്പോൾ 6:30 പക്ഷെ നല്ലോണം ഇരുട്ടിയിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ബസ് കിട്ടാൻ ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഇത് ഇടപ്പള്ളി സിഗ്നലാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ വന്നിട്ട് വൈറ്റില ബസ്സിൽ കയറി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, അവിടെ ചെന്നു. അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ താഴത്തെ നില, അവർ താമസിക്കുന്ന നിലയിലെ ഇതാണ് കേട്ടോ. അപ്പോൾ ഏനുണ്ട്, അതിനവിടെ കിടക്കുകയാണ്, ക്ഷീണിച്ചു വണ്ടിമേ യാത്ര ചെയ്ത്. അലനുണ്ട് പുറകിൽ. പിന്നെ അത്യാവശ്യം നല്ല വീടാണ് കേട്ടോ ഇപ്പോഴും. പിന്നെ മേളിലേക്ക് കൂടെ പണിതു. ഇത് നമ്മുടെ ഇസയാണ് കേട്ടോ. ഇസ ബേബിയുടെ മുടിയൊക്കെ വെട്ടി കാരണം ക്ഷീണിച്ച് കിടക്കുകയാണ്. ഇതാണ് കേട്ടോ പണിതിരിക്കുന്നത്. ഒരു മുറി, അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു ഹാള്, ഒരു ഓപ്പൺ കിച്ചൺ, പിന്നെ ഒരു സിറ്റ് ഔട്ട്. അങ്ങനെയാണ് കേട്ടോ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ തന്നെ റിലേറ്റീവാണ് പണിയെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മുറി. പിന്നെ ഇതാണ് കേട്ടോ വാഷ്റൂം. ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ഇതിപ്പോഴാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ച് ഈ ഡോറ് ഞാൻ തുറക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ അവിടെ പുറത്താണ് സിറ്റ് ഔട്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇത് രൂപം വയ്ക്കാനുള്ള സ്റ്റാൻഡാണ് കേട്ടോ. വാഷ് ഏരിയ എവിടെയാണ് വരുന്നത്. അത്യാവശ്യം ഒരു ന്യൂക്ലിയർ ഫാമിലിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കഴിയാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അത് പണിതിരിക്കുന്നത്. കിച്ചണാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കിച്ചൺ നല്ല ഭംഗിയുടെ മോഡേൺ കിച്ചണാണ്. കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നെ ബ്രദറാണ് കേട്ടോ പണിതിരിക്കുന്നത്. ഈ കബോർഡിൻ്റെ ഡോറ് ഞാൻ നോക്കിയിട്ട് അടയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഡ്രോ ആണ് കേട്ടോ. താഴെ സാധനങ്ങളും പാത്രങ്ങളും പിന്നെ കട്ട്ലറീസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഡ്രോ. അങ്ങനെ കബോർഡ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇത് ഇപ്പോൾ 1:30 മണിയായിട്ടാ സമയം. ഞങ്ങൾ വെളുപ്പിനാണ്, ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. ഞാനൊന്നും ചേച്ചി ഉറങ്ങിയിട്ടില്ല. പിന്നെ ചേച്ചിയുടെ ചേട്ടത്തിയനിയത്തിമാരുണ്ട്, അവർ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവർ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇട്ടിരിക്കുന്ന നൈറ്റി എൻ്റെ സിസ്റ്റർ-ഇൻ-ലോൻ്റെ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിട്ടിട്ട്. അലങ്കടന്ന് ഉറങ്ങുന്നു. പിന്നെന്താ ഈ അർദ്ധരാത്രി എടുത്ത് വീഡിയോ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് വട്ടുണ്ടോയെന്ന് വിചാരിക്കണ്ടോ എല്ലാവരും. 1:30 മണിയായ സമയം കണ്ടോ. പുറത്തൊന്നും ആരുമില്ല കേട്ടോ. പുറത്തൊക്കെ ആരുമില്ല. ചേച്ചിയൊക്കെ മുകളിലാണ്. നമ്മൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറച്ചി അടുപ്പത്ത് വെക്കണം. രാവിലെ സ്റ്റൂവും അപ്പമാണ് ഉദ്ദേശിച്ചത്. അപ്പം സ്റ്റൂ നമ്മൾ വീട്ടിലുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ക്രിസ്ത്യൻ സ്റ്റൈലിലുള്ളൊരു സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിനകത്ത് ഇടാനുള്ള പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ റെഡിയാക്കാൻ വെച്ചിരിക്കുകയാണ്. കിടന്ന് ജസ്റ്റ് ഒരു മണിക്കൂർ മയങ്ങും. 4 മണിയായിട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ്
കണ്ണൊക്കെ എനിക്കങ്ങനെ ഇത്തിരി നേരം വൈകിയാലൊന്ന് കിടക്കണം. വ്യത്യാസം രാവിലത്തെ ആണ് കേട്ടോ ഇത്. രാവിലെ എണീറ്റ് നമ്മൾ റെഡിയായി കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു റെഡിയായി. 8 മണിക്കാണ് അച്ഛൻ വെഞ്ചരിക്കാൻ വരുന്നത്. വെഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. വളരെ കുറച്ച് ബന്ധുക്കൾ മാത്രമേ, അതായത് ചുറ്റും താമസിക്കുന്ന അവരുടെ വീട്ടുകാർ മാത്രമേ വിളിച്ചുള്ളൂ. പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നോക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു പാല് തിളയ്ക്കാൻ കുറച്ച് സമയം എടുത്തതാണ്. പാല് പൊന്തി വന്നു. അപ്പോൾ അങ്ങനെ അടുപ്പിൽ തൂവിപ്പോകും എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഈ പാലിൽ നിന്ന് കുറച്ച് മധുരം ഇട്ടിട്ട് നമ്മളെടുത്ത് എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അങ്ങനെ പിന്നെ നമ്മൾ രൂപമൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ച് എല്ലാവരും വന്നിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു. പിള്ളേർ ഇപ്പോഴും ഭയങ്കര ചില്ലിങ്ങാണ് കേട്ടോ. ഒരു ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ തിരക്കുകളിലൊക്കെ. ഞാൻ ഉച്ചയ്ക്ക് കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഉച്ചയ്ക്കത്തെ ഫുഡ് കുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ വീട്ടിൽ അവിടെ തന്നെ വെച്ചുണ്ടാക്കി.